എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജാനകി ദേവയാനിയോട് പറയുവാണ്, എല്ലാ വീട്ടിലും മക്കൾക്ക് കൂടുതൽ ഇഷ്ടം അമ്മയോടാണ്, പക്ഷേ ഇവിടെ മാത്രം അങ്ങനെയല്ല. എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ വല്യമ്മയാണ്. എന്നിട്ട് പോലും അവനെ പറഞ്ഞു തിരുത്താൻ ഏട്ടത്തി തയ്യാറാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ ഏത് രീതിയിലാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്? ക്രിമിനലുകളായ അനാമികയും അനാമികയുടെ വീട്ടുകാരും നല്ലവരാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അനിയെ. പക്ഷേ ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു പെൺകുട്ടി അല്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഏട്ടത്തിയുടെ മരുമകളാണ് എന്ന്. അന്നേരം അവൾ എന്ത് ചെയ്തിട്ടാണ്? നിങ്ങൾ ആവശ്യമില്ലാതെ ആ രീതിയിൽ സംസാരിക്കരുത് എന്ന് പറയുമ്പം ജാനകി പറയുവാണ്, എൻ്റെ മരുമകൾ ഇങ്ങോട്ട് വന്ന അന്ന് തൊട്ട് നയന തുടങ്ങിയതാണ് അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം. അവസാനം അത് വിജയിച്ചു. അതാണ് സംഭവിച്ചത് എന്ന് പറയും. അന്നേരം ദേവേനി പറയും, ഒരിക്കലും അങ്ങനെയല്ല. അവളുടെ സ്വഭാവം എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാകാത്തത് ജാനകി? നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി എന്നൊക്കെ പറയും. ദേഹിയും ജലജ പറയുന്നുണ്ട്, ഇത് ഇവരിങ്ങനെയൊക്കെ പറയും, ലാസ്റ്റ് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. നമ്മളാരെങ്കിലും ചോദിച്ചാൽ അതിന് താല്പര്യമില്ല എന്ന് നയന പറയും. പക്ഷെ അവളുടെ മനസ്സിൽ അവൾ അനിയത്തിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ എൻ്റെ മകനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാൻ എൻ്റെ ജീവൻ പോലും വേണ്ടെന്ന് വെക്കും എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഒരു കണക്കിന് ഞാനും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നയനയുടെ വീട്ടുകാർക്കും അത് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വേണ്ടാന്ന് വെക്കുന്നത് എന്ന് ദേവയാനി തുറന്നങ്ങ് പറയുവാണ്. അന്നത്തേക്കും ജാനകി, ഏട്ടത്തിയുടെ സ്വഭാവം ഇത് തന്നെയല്ലേ, മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെയല്ലേ, ഏതായാലും അത് നടക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇവിടെ വേണോ അതോ അവളാണോ വേണ്ടതെന്ന് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുമാണ് ആദർശം നയന ഇങ്ങനെ വരുന്നത്. അന്നേരം എവിടെ പോവാ മക്കളെ എന്ന് ചോദിക്കുക ദേവേനി. അന്നേരം അമ്മ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുന്നു. അന്നേരം ജലജ, എപ്പോഴും കറക്കമാണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ എന്നൊക്കെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്യാബിനിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അതിനുശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങും, അതിലെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, അവൾ അങ്ങനെ പലതും പറയും, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, നിൻ്റെ അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിനക്ക് അവനെ ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ? അവൻ നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇപ്പം എന്നൊക്കെ ജാനകി പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാ? ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് സ്വൈര്യം കൊടുക്കുകയില്ല. ആ അനാമികയുടെ പേരും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. പഴയ ഇളയമ ആകുവാണെങ്കിൽ അവൻ ഈ വീട്ടിൻ്റെ അകത്ത് കാണും, ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുമ്പം ദേവേനി പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന്. അന്നേരം ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിലും മോനെ സപ്പോർട്ട് ചെയ്യാനല്ലേ ഏട്ടത്തിക്ക് അറിയത്തുള്ളൂ. ഏതായാലും ഞാനൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാം, അനി ഇപ്പോൾ കാണിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്നോടുള്ള പ്രതിഷേധം കൊണ്ടാണ്. ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സ് മാറ്റി അവൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കും എന്ന് അവൻ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുവാണ്. ഇതിനിടയ്ക്ക് ആകെ വിഷമിച്ച് ബൈക്കിൽ പോകുന്ന അനിയെ കാണിക്കുന്നുണ്ട്. അനി സിയെ അടിച്ചതും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടാണല്ലോ കനകയും ഗോവിന്ദനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്, അതെല്ലാം മനസ്സിലേക്കൂടെ പോകുന്നു. ആകെ വിഷമിച്ച് ബൈക്കിൽ പോവാണ്. അതുപോലെ കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. അവർ വൈകിട്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പാലൊക്കെ കുടിച്ച് കിടക്കാൻ തുടങ്ങുവാണ്. ആ സമയമാണ് നന്ദു പുറത്തേക്ക് പോകുന്നത് കാണുന്നത്. അന്നേരം നീ ഈ സമയത്ത് എവിടെ പോവുക എന്ന് ചോദിക്കുമ്പം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സമയത്തോ എന്ന് ചോദിക്കും. അന്നേരം ഞങ്ങൾ ഐമാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഇല്ലല്ലോ അമ്മേ, പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ നന്ദു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, ആ പോക്ക് അത്ര ശരിയല്ലല്ലോ ഗോവിന്ദേട്ട, അവൾ അനിയെ കാണാനാണ് പോകുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം എനിക്കും അങ്ങനെ തോന്നി എന്ന് ഗോവിന്ദൻ പറയും. അന്നേരം കനക പറയുവാണ്, ഏതായാലും നയനമോളെയും നവ്യമോളെയും ഇങ്ങോട്ട് വിളിപ്പിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും ആ സി എ ആയിട്ടുള്ള വിവാഹത്തിന് ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതങ്ങനെ നീണ്ടുപോയാൽ ശരിയാകുകയില്ല എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന നന്ദു പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. അന്നേരം രാകേഷും വിഘ്നേഷും അവർ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെയെങ്കിലും അനിയെ കണ്ടോന്ന്. അന്നേരം അവർ പറയും, അവൻ പോകാറുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ തപ്പി നോക്കി, എന്നിട്ടും അവനെ കണ്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അവൻ്റെ സംസാരം ശരിയല്ല എന്നറിഞ്ഞപ്പോഴേ നിങ്ങൾ അവനെ തടഞ്ഞു നിർത്തണമായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സൈബർ സെല്ലിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്.
നോക്കട്ടെ മാഡം, കിട്ടുവാണെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നു. അവർ വെച്ച് കഴിയുമ്പോൾ ആകെ ടെൻഷനിലാണ് നന്ദു. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. അന്നേരം അവന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ പെണ്ണാലോചിച്ച് വന്ന ആ CA അത്ര വെടുപ്പൊന്നുമല്ല, ഒരു ബോറനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആ കാര്യം നിനക്ക് നിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, 1000 പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി അതിൻ്റെ പേര് വഴക്കുണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഏതായാലും അതല്ലല്ലോ നമുക്ക് മുഖ്യം. അനിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുവാണ് നന്ദു. ഈ സമയം അനിയാണെങ്കിൽ റെയിൽവേ ട്രാക്കിലാണ്. റെയിൽവേ ട്രാക്കിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു, ആകെ വിഷമിച്ച്. അതുപോലെ ആദർശും നയനയും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. അവരിടയ്ക്ക് വണ്ടി നിർത്തി അടുത്തുള്ള കടകളിലൊക്കെ അനിയുടെ ഫോട്ടോ കാണിച്ച് കണ്ടിട്ടുണ്ടോ, ഈ വഴി അങ്ങനെ വന്നോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരാരും കണ്ടില്ല എന്ന് പറയുമ്പോൾ നേരെ വണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുവാണ്, അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ പൊട്ടിക്കുമെന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ഒരാളടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അനി ഇപ്പോൾ ഇറങ്ങിപ്പോയേക്കുന്നത്, ഇനിയും തല്ലാൻ വേണ്ടി കാത്തിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് സ്ഥലകാല ബോധം പോലുമില്ല, അത്രയ്ക്ക് ടെൻഷനാണ് എനിക്ക്. കുറേ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് അനുഭവിക്കാനുള്ളവനോട് വീടിൻ്റെ അകത്ത് വേണ്ടേ, അത് മനസ്സിലാക്കാൻ വേണ്ടി അവനെ ഞാൻ ഒരുപാട് ഉപദേശിച്ചു, എന്നിട്ടും അവൻ്റെ തലയിൽ കയറുന്നില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അങ്ങനെ വിഷമിച്ച് പോയത് അമ്പലത്തിൻ്റെ മുറ്റത്തിരിക്കാൻ വേണ്ടിയായിരുന്നു, നമുക്ക് അവിടെ എങ്ങനെ ഒന്ന് പോയി നോക്കാം എന്ന് പറയുമ്പം ആദർശ് പറയും, 1-2 സ്ഥലത്തോടെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ സമയം ജാനകി അനാമികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അനിയെ കാണാത്ത കാര്യമൊക്കെ പറയുന്നു. അന്നേരം അനാമിക അത് വേണുവിനോട് വന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴും അങ്ങോട്ട് ചെല്ലണം എന്ന് തന്നെയാണ് അനിയുടെ അമ്മ പറയുന്നത് എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട്, ഇനി മോൾ അങ്ങനെ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം, അതുപോലെ സഹകരിക്കുവാണെങ്കിൽ മാത്രം നീ ഇനി അങ്ങോട്ട് പോയാൽ മതി. അതല്ല ഡിവോഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ ഒരു കോമ്പൻസേഷൻ അവർക്ക് തന്നെ, അത് തരാതെ അവരെ വെറുതെ വിടരുത്. ശരിക്കും ആനന്ദമൂർത്തിയെയും അനന്തപുരിയിലുള്ളവരെയും നമ്മൾ വട്ടം കറക്കണം, മനസ്സമാധാനം കൊടുക്കരുത്. അങ്ങനെയെങ്കിലും നമുക്ക് പൈസ തരുവാണെങ്കിൽ അവർ തരട്ടെ എന്നൊക്കെയാണ് വേണു പറയുന്നത്. നേരം രേവതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനി എങ്ങോട്ടാ പോയത് പോലും, ഇനി വല്ലയിടത്തും പോയി ആത്മഹത്യ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുമ്പം രാമയ്ക്ക് പറയുന്നുണ്ട്, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, തൂങ്ങിച്ചെത്താലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം വേണു പറയുവാണ്, അങ്ങനെ ചാകുവാണെങ്കിൽ എളുപ്പമാണ്, നിനക്കിപ്പോഴും അവൻ്റെ ഭാര്യ എന്നൊരു സ്ഥാനമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയുടെ അടുത്ത് പോയി നീ വാവിട്ടങ്ങ് കരഞ്ഞേക്കണം, അതും മീഡിയയിൽ വരും, അപ്പോൾ നമുക്ക് ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും ആ വീട്ടിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മാക്സിമം പണം അടിച്ചു മാറ്റാനുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നു. ഇതിനിടയ്ക്ക് നന്ദു ടെൻഷൻ കാരണം അനി വലിയൊരു പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് ഇതൊക്കെ ആലോചിക്കുന്നത്. അന്നേരം പെട്ടെന്ന് ഓപ്പോസിറ്റ് വണ്ടി പോയി തട്ടാൻ തുടങ്ങും. അന്നേരം അങ്ങനെ ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയാണ് എന്ന് കരുതി വീണിട്ടുണ്ടെങ്കിൽ ദേഹത്ത് മുറിവുകൾ ഉണ്ടാകും, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാണ്. ആകെ ടെൻഷനിലാണ് നന്ദു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നീട് ആദർശിനെയും നയനെയും കാണിക്കുന്നു. അവർ അനി അന്നിരുന്ന അമ്പലത്തിലൊക്കെ പോയി നോക്കുന്നുണ്ട്, അവിടെയെങ്ങും കാണുന്നില്ല. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അവരും ഇറങ്ങുന്നു. ഈ സമയം അനി റെയിൽവേ ട്രാക്കിലാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അനി കരഞ്ഞുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നതും കാണിക്കുന്നുണ്ട്. അനി കരഞ്ഞുകൊണ്ട് അതിൻ്റെ നേരെ തന്നെ നടക്കുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.